Hello all and welcome to Careertalks with Avodha. ഇന്നത്തെ Career Talk നമ്മോടൊപ്പം ഉള്ളത് ദിൽനയാണ്. ദിൽന, വെൽക്കം ടു Careertalks with Avodha. താങ്ക് യു. ഓക്കെ, ദിൽനയുടെ സ്ഥലം എവിടാണ്? ഞാൻ വയനാടാണ്. വയനാടാണ്. ഓക്കെ. വയനാട് എവിടാണ്? വയനാട് കൽപ്പറ്റ പറയും. കൽപ്പറ്റ. ഓക്കെ ഓക്കെ. സോ അപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ അനിയത്തി. ഓക്കെ ഓക്കെ. ഏത് കോഴ്സാ അവധി ചെയ്തിരുന്നേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു എടുത്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ. ഇതിന് നേരത്തെ എന്താ പഠിച്ചിരുന്നത്? ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞതായിരുന്നു. ബികോം ആയിരുന്നു ചെയ്തത്. ഓക്കെ. അത് തന്നെയായിരുന്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ? അതെ, എനിക്ക് ഐടി റിലേറ്റഡ് ഫീൽഡ് താല്പര്യം ആയതുകൊണ്ട് എടുത്തതായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്തതല്ലേ? അതെ. ഓക്കെ. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് അബോധ ചൂസ് ചെയ്തത്? ഞാൻ ഓൺലൈനായിട്ട് ചില കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്വേഷിച്ച കൂട്ടത്തില് അവോധേനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അപ്പം പിന്നെ ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട് പറഞ്ഞപ്പം എടുത്തതാണ്. ഓക്കെ ഓക്കെ. സോ ഇതില് ഇപ്പൊ കറന്റ്ലി എന്ത് ചെയ്യാ? ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഇന്റേൺഷിപ്പ് ചെയ്യാണ്. എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? എറണാകുളത്തായിരുന്നു. ഇൻട്രാസ്റ്റ് ഡിജിറ്റൽ ഹബ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കമ്പനിയുടെ സൈഡിൽ നിന്ന് അവര് സപ്പോർട്ടീവ് ആണോ? കുഴപ്പമൊന്നുമില്ല. നല്ല സപ്പോർട്ടാണ്. ഓൺ ടൈമിൽ വർക്ക് തരുന്നുണ്ടല്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ കറന്റ്ലി വർക്ക് ഫ്രം ഹോം ആണോ? അപ്പൊ അതെ. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ. അപ്പോ അബോധയില് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയാമോ? അത് കുഴപ്പമൊന്നുമില്ല. പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലാസ്സുകളാണ്. ഓക്കെ. അപ്പോ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ നമ്മളെ റെക്കോർഡ് ക്ലാസ് ആണ്. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയായിരുന്നോ? ഇല്ലില്ല. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ സപ്പോർട്ട് സെല്ലും എല്ലാം ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ലൈവ് സെഷനിൽ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? അവര് കറക്റ്റ് ടൈമില് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിരുന്നോ? അതെ അതെ. നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ട് ആയിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഇതിൽന്ന് ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അത് ജാപ്പ് വഴിയാണ് കിട്ടിയത്. ഓക്കെ. അപ്പോ ജാപ്പിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയാമോ? എന്താണ് ജാപ്പിലെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ? ജാപ്പ് നമുക്ക് വേക്കൻസി വരുന്നതനുസരിച്ച് ജോബ് ഐഡി എടുത്തിട്ട് നമുക്ക് ജാപ്പിൽ കേറിയാല് ട്രെയിനിങ് തരും. 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ കമ്പനി സൈഡിൽ നിന്ന് ഇന്റർവ്യൂ ഉണ്ടാവും. അതുകൂടെ കഴിഞ്ഞാല് ഇന്റേൺഷിപ്പിലേക്ക് കയറാം. ഓക്കെ ഓക്കെ. സോ അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് അബോധയെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പൊ അവരോട് എന്താണ് ഇതിലേക്ക് പറയാനുള്ളത്? കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലാസ്സാണ്. നല്ല കോഴ്സാണ്. പിന്നെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ നമ്മള് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാല് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് എത്താം. കാരണം ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കിട്ടാലോ. അപ്പം അത് നമ്മളുടേതായിട്ടുള്ള രീതിയില് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുത്താല് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ. സോ അപ്പൊ അബോധ ചൂസ് ചെയ്ത് തൊട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പ് വരെ എത്തിയിട്ടുണ്ട്. സോ ഈ ടൈമിലെല്ലാം ഫാമിലിയുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലി കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു. അതെ. ഓക്കെ. അപ്പൊ ദിൽന ഈ ക്ലാസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് അബോധയെ ചൂസ് ചെയ്യുന്ന ടൈമില് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കിട്ടുകയാണ്. സോ ആ ടൈമിൽ എന്താ തോന്നിയിരുന്നത്? ആ 2800 ഈ ഫീസിൽ ഈ കോഴ്സ് പഠിച്ചാ അത് വെർത്താന്ന് തോന്നിയിരുന്നോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ലായിരുന്നു. കാരണം ഞാൻ ഓൺലൈൻ കോഴ്സ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓക്കെ. എന്റെ ഒരു ഇൻഫർമേഷൻ കൂട്ടാൻ വേണ്ടി എന്നുള്ള രീതിയിലായിരുന്നു എടുത്തത്. അപ്പം ഈ ഒരു ഫീസ് സ്ട്രക്ചറും കൂടെ കേട്ടപ്പം വിചാരിച്ചിരുന്നത് ഫീസിന് പഠിക്കാൻ പറ്റുമോന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇത്രയല്ലേ ഉള്ളൂന്ന് കൂടെ വിചാരിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ ഓക്കെ. അപ്പോ ദിൽന ഇത്രയും ടൈം നോക്കിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. താങ്ക് ആൻഡ് യു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഓക്കെ. താങ്ക് യു. ഓക്കെ.